ലൈഫ് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. ലോകം ഒരുപാട് കാര്യങ്ങൾ ഓഫർ ചെയ്യും. അപ്പോൾ നമുക്ക് ചിലപ്പം ഇന്ന് സിനിമാ നടനാവാനായിരിക്കും തോന്നും, നാളെ പാട്ടുകാരനാവാൻ തോന്നും, നാളെ മ്യൂസിക് കമ്പോസർ ആവാൻ തോന്നും, നാളെ ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നോരോന്നോരോന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം ആൾക്കാരുടെ അംഗീകാരങ്ങളൊക്കെ കിട്ടുന്ന കാണുമ്പോഴത്തേക്ക് എനിക്ക് ഇതുപോലെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ പല വഴിക്ക് പോകും. പക്ഷേ നമുക്കൊരു കഴിവുണ്ടാവും, നമുക്ക് അതിൽ ഫോക്കസ്ഡായി ഇങ്ങനെ അങ്ങ് പോവുക. പെട്ടെന്നൊന്നും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. നിരന്തരമായിട്ടുള്ള തപസ് മുടക്കാനുള്ള ഒരുപാട് ചിന്താധാരകൾ വരും നമ്മുടെ ഉള്ളിൽ നിന്നും. അസുരന്മാർ തപസ് മുടക്കാൻ വരുന്ന പോലെ, അതേപോലെ അപ്സരസുകളും ഗന്ധർവ സ്ത്രീകളും തപസ് മുടക്കാൻ വരുന്നു. ഇതൊക്കെ വികാരങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ മുടക്കാൻ വരുന്ന പോലെ ഇങ്ങനെ വന്ന് ഇതിനെയൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോയാൽ ആത്മാർത്ഥമായിട്ടുള്ള ലക്ഷ്യം നടന്നിരിക്കും. ഉറപ്പാണ്. അത് കഠിന തപസ്സാണ്, നടന്നിരിക്കും. ഇന്നല്ലേ നാളെ അത് നടന്നിരിക്കും. അതിനൊരു ടൈം, ഇത്ര ടൈമിനുള്ളിൽ നടക്കണം, 10 ദിവസത്തിനുള്ളിൽ നടക്കണം, 21 ദിവസത്തിനുള്ളിൽ, അങ്ങനെയല്ല. ജീവിതം അതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചാൽ, അതിനു വേണ്ടി ശ്രമിച്ചാൽ, അതിനു വേണ്ടി ഒഴിഞ്ഞു വെക്കുമ്പോൾ ഇടയ്ക്ക് വരുന്ന പലരും പറയാറുണ്ട്, ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ട് അയാളുടെ ജീവിതം പാഴായിപ്പോയല്ലോ എന്ന്. ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വെക്കുമ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പലരും സിനിമയിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ അസ്ട്രോളജി പഠിക്കാനോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ കൊണ്ട് വരുന്നുണ്ട്. പല മേഖലയിൽ ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ചർച്ചയ്ക്കിടയിൽ, സത്സംഗങ്ങൾക്കിടയിലുള്ള ഒരു പ്രധാന വിഷയമായിട്ട് തോന്നിയിട്ടുള്ള, പലപ്പോഴും പലരും പരാജയപ്പെടുന്നത്, ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് കഴിവുണ്ടോ ഉള്ളതിനേക്കാൾ ഉപരി എനിക്ക് ആ മേഖലയെ ഇഷ്ടപ്പെടുകയും അതിനകത്ത് വലിയ ആളാവണമെന്നുള്ള അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടുകളാണ്. അങ്ങനെയല്ല, ഇപ്പോൾ അസ്ട്രോളജി പഠിക്കാൻ പറ്റും, അതിൽ നിന്ന് കിട്ടുന്ന ധനമാണ് പലരുടെയും ചിന്ത. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടമാണോ എന്നുള്ളതാണ്. ആ വിഷയം ഇഷ്ടമാണെങ്കിൽ അതിൽ മാക്സിമം എഫേർട്ട് ഇട്ട് കൊടുക്കും. അതൊരു സുഖമാണ്, അതൊരു ത്രില്ല് പോലെയാണ്, അതിൻ്റെ ഒരു കിക്ക് വേറെയാണ്. ഡെയിലി ഇങ്ങനെ നിരന്തരം ഇങ്ങനെ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കും. ആ വിഷയത്തിൽ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കും. നമ്മൾ സക്സസ്ഫുൾ ഓരോ മേഖലയിലും വിജയിച്ചവരെടുക്കും. സയൻറ്റിഫിക് മേഖലകളിലാണെങ്കിൽ അങ്ങനെ, രാഷ്ട്രീയ മേഖലകളിലാണെങ്കിൽ അങ്ങനെ. നിരന്തരമായിട്ട് നമ്മൾ അതിൻ്റെ ലീഡേഴ്സായിട്ടുള്ള ആൾക്കാരെ അവർ നിരന്തരമായി പുതുക്കിക്കൊണ്ടിരിക്കും.